പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ റിട്ടയർമെന്റിന് വേണ്ട കോടിക്കണക്കിന് രൂപയുടെ കണക്ക് കണ്ട് ഒരുപക്ഷെ ഞെട്ടിയിരിക്കാം. ഇത്രയും പണം ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. എന്നാൽ വിഷമിക്കേണ്ട. ആ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്ന സർക്കാർ പിന്തുണയുള്ള വളരെ കുറഞ്ഞ ചിലവുള്ള ഒരു പെൻഷൻ പദ്ധതിയുണ്ട്. അതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS. ഇന്ന് ഒരു പ്രവാസിക്ക് എങ്ങനെ NPS-ൽ അംഗമാകാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രൈവറ്റ് കമ്പനികളാണ് ജോലി ചെയ്യുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് പോലെ ഉറപ്പായിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതി നമുക്കില്ല. നമ്മുടെ പെൻഷൻ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പലരും അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ പെൻഷൻ പ്ലാനുകളാണ്. പക്ഷേ അവയ്ക്ക് ചിലപ്പോൾ ഉയർന്ന ചാർജുകളും കുറഞ്ഞ വരുമാനവുമാണ് ഉണ്ടാകാറുള്ളത്. മറ്റു ചിലരാകട്ടെ റിയൽ എസ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെയോ ഒക്കെ ആശ്രയിക്കുന്നു. എന്നാൽ ഇതിന് ഒരു ചിട്ടയായിട്ടുള്ള ഒരു പെൻഷൻ ഉറപ്പു നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിയന്ത്രിതവും വളരെയധികം സുതാര്യവുമായിട്ടുള്ള NPS പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ എന്താണ് NPS? ഇതൊരു വാളണ്ടറി, അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേരാവുന്ന ഒരു ദീർഘകാല റിട്ടയർമെന്റ് പദ്ധതിയാണ്. PFRDA എന്ന സർക്കാർ സ്ഥാപനമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഒരു പ്രവാസിക്ക് ഇതിൽ എങ്ങനെ ചേരാമെന്ന് വെച്ചാൽ 18-നും 70-നും ഇടയിൽ പ്രായമുള്ള KYC രേഖകളുള്ള ഏതൊരു പ്രവാസിക്കും NPS-ൽ ചേരാൻ കഴിയും. നിങ്ങളുടെ NRE അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് തന്നെ പണം അടയ്ക്കാനും കഴിയും. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ലോകത്തിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ പെൻഷൻ പദ്ധതികളിൽ ഒന്നാണ് ഇത്. ഇതിൽ നമ്മൾ ഫണ്ട് മാനേജ്മെന്റിനായിട്ട് വെറും 0.09% മാത്രമാണ് ചാർജ് കൊടുക്കേണ്ടത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വരുമാനത്തിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. രണ്ട്, നിക്ഷേപങ്ങൾക്കുള്ള ഓപ്ഷനുകൾ. നിങ്ങളുടെ സമ്പാദ്യം എവിടെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റികൾ എന്നിവയിലൊക്കെ നമുക്ക് യഥേഷ്ടം നിക്ഷേപിക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലോ, ഓട്ടോ ചോയ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് റിസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിച്ചുകൊള്ളും. മൂന്നാമതായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്ന പ്രവാസിക്ക് NPS നിക്ഷേപത്തിന്റെ സെക്ഷൻ 80CCD പ്രകാരം നികുതി ഇളവുകൾ ലഭിക്കും. അടുത്തതായിട്ടാണ് ചിട്ടയായിട്ടുള്ള ഒരു പെൻഷൻ. 60 വയസ്സാകുമ്പോൾ നിങ്ങൾ മൊത്തം തുകയുടെ 60% വരെ നികുതിയില്ലാതെ പിൻവലിക്കുകയും ചെയ്യാം. ബാക്കി 40% തുക നിർബന്ധമായും ഒരു ആന്വിറ്റി പ്ലാൻ വാങ്ങാൻ ഉപയോഗിക്കണം. ഈ ആന്വിറ്റി പ്ലാൻ ആണ് നിങ്ങൾക്ക് ദീർഘകാലം പെൻഷൻ തുക നൽകുന്നത്. ഇത് നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തും. ഈ NPS എന്നത് നിങ്ങളുടെ റിട്ടയർമെന്റ് പോർട്ട്ഫോളിയോയുടെ ഒരു പ്രധാന ഭാഗമാക്കാൻ കഴിയുന്ന ഒരു മികച്ച ഉപാധിയാണ്. കുറഞ്ഞ ചെലവും സർക്കാർ പരിരക്ഷയും ചിട്ടയായ പെൻഷനും പ്രവാസികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. NPS-നെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇതിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഈ റിട്ടയർമെന്റ് എന്നത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ്. എന്നാൽ അതിനു മുമ്പ് മറ്റു വലിയ ചിലവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം, അവരുടെ വിവാഹത്തിനുള്ള പണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് നാളെ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്.